നമസ്കാരം, എല്ലാവർക്കും സഹകാരി റേസ് പ്ലസിന്റെ ഡെയിലി കണ്ട ഫസ്റ്റ് ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് നോക്കാം ഇന്ന് അറിയേണ്ടത് എന്തൊക്കെയാണെന്ന്. ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കിട്ടിയിരിക്കുന്ന വാർത്ത, ചൈനയുമായി കൈകോർക്കാൻ ഇന്ത്യ. അപ്പോൾ ഇന്ത്യ ചൈനയുമായി കൈകോർത്തുകൊണ്ട് പുതിയ ഒരു സാമ്പത്തിക ശക്തിയായി മാറാൻ ഉദ്ദേശിക്കുകയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയിലൊക്കെ ഇന്ത്യ പങ്കെടുത്തിരുന്നു. നമ്മളെല്ലാവരും കണ്ട വാർത്തയായിരുന്നു അത്. അപ്പോൾ ഇന്ത്യ ആ ഒരു സമ്മേളനത്തിലൊക്കെ പങ്കെടുത്തു. അതുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ ചൈനയുടെ പ്രസിഡന്റ് ആരാണ്? ഷീ ജിൻ പിങ് ആണ് എന്നുള്ള കാര്യം മറക്കാതിരിക്കുക. ഇത് നമ്മൾ കഴിഞ്ഞ 2 ദിവസമായിട്ട് പറഞ്ഞു വരുന്ന കാര്യം തന്നെയാണ്. ഇന്ത്യ ചൈനയുമായി ഒരു സാമ്പത്തിക കരാറിലേക്ക് എത്തിപ്പെട്ടിരിക്കുകയാണ്. അതായത് US എന്ത് ചെയ്തു? നമ്മുടെ ഇറക്കുമതി ചുങ്കം തീരുവ വർദ്ധിപ്പിച്ച ഈ സാഹചര്യത്തിൽ ഇന്ത്യ ചൈനയുമായി കൈകോർത്ത് മുന്നേറാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. വോട്ടർ അധികാർ യാത്ര ഇന്ന് സമാപിക്കും. അപ്പോൾ നമ്മുടെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി എന്ത് ചെയ്തു? നമ്മുടെ വോട്ട് കവർച്ചയുമായി ബന്ധപ്പെട്ട്, നമ്മുടെ ഭരണപക്ഷത്തിന്റെ വോട്ട് കവർച്ചയുമായി ബന്ധപ്പെട്ട് ഒരു യാത്ര എത്ര ദിവസത്തേതായിരുന്നു? ഒരു 16 ദിവസത്തെ ഒരു യാത്ര നടത്തിയിരുന്നു. ആ യാത്ര ഇന്ന് അവസാനിക്കുകയാണ്. ഇത് ആരംഭിച്ചത് ഓഗസ്റ്റ് 17-നാണ്. 2025 ഓഗസ്റ്റ് 17-നാണ് ഈ ഒരു യാത്ര ആരംഭിച്ചത്. സെപ്റ്റംബർ 1 ഇന്നത്തോടുകൂടി ആ ഒരു യാത്ര അവസാനിക്കുകയാണ്. 2025 ഓഗസ്റ്റ് 17-നാണ് ഈ യാത്ര ആരംഭിച്ചത് എന്ന് ഓർക്കുക. സെപ്റ്റംബർ 1 ഇത് അവസാനിക്കുകയാണ്. അപ്പോൾ ആ ഡേറ്റ്, ആ ഒരു ടൈം പീരീഡ് കൃത്യമായിട്ട് തന്നെ പഠിച്ചു വെക്കുക. കാരണം നമുക്ക് വരുന്ന പരീക്ഷകളിൽ തീർച്ചയായും ചോദിക്കാൻ സാധ്യതയുള്ള ഒന്നാണ്. ഓക്കെ, അടുത്തത് നോക്കാം. കോടതികളിൽ വരട്ടെ വനിതാ ജഡ്ജിമാർ. അതായത് നമ്മുടെ ഹൈക്കോടതികളിലായാലും സുപ്രീം കോടതികളിലായാലും വനിതാ ജഡ്ജിമാരുടെ എണ്ണം വളരെ കുറവാണെന്നാണ് കണക്കുകൾ പറയുന്നത്. ഏറ്റവും മികച്ച കണക്ക് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സുപ്രീം കോടതി ജഡ്ജിമാരുടെ ആകെ എണ്ണം, അവരുടെ ഒരു കോറം എന്ന് പറയുന്നത് എത്രയാണ്? 34 ആണ് അല്ലേ? സുപ്രീം കോടതി ജഡ്ജിമാരുടെ ആകെ കോറം എന്ന് പറയുന്നത് എത്രയാണ്? സുപ്രീം കോടതി ജഡ്ജിമാരുടെ ആകെ കോറം എന്ന് പറയുന്നത് 34 ആണ്. 34 ജഡ്ജിമാരാണ് നമ്മുടെ സുപ്രീം കോടതിയിൽ ഉള്ളത്. എന്നാൽ ആ 34-ൽ ഒരേ ഒരു വനിതാ ജഡ്ജിയാണുള്ളത്. ആരാണ്? ജസ്റ്റിസ് നാഗരത്ന. ജസ്റ്റിസ് BV നാഗരത്ന മാത്രമാണ് നമ്മുടെ സുപ്രീം കോടതി ജഡ്ജിമാരിൽ വനിതയായിട്ടുള്ളത്. ജസ്റ്റിസ് BV നാഗരത്നയാണ് കേട്ടോ. അപ്പോൾ അവർ മാത്രമാണ് ഏക വനിത. നമ്മുടെ ഹൈക്കോടതികൾ എടുത്താലും അവിടെ വനിതാ ജഡ്ജിമാരുടെ എണ്ണം വളരെ കുറവ് എന്നാണ് കണക്കുകൾ പറയുന്നത്. അപ്പോൾ നമ്മുടെ ജസ്റ്റിസ് BV നാഗരത്നയുടെ പേര് മറക്കാതിരിക്കുക. നിലവിൽ സുപ്രീം കോടതിയിലുള്ള ഒരേ ഒരു വനിതാ ജഡ്ജിയാണ് ജസ്റ്റിസ് BV നാഗരത്ന. സുപ്രീം കോടതിയിലെ ആകെ ജഡ്ജിമാരുടെ എണ്ണം എത്രയാണ്? 34 ആണ്. അടുത്ത വാർത്തയിലേക്ക് പോകാം. ഇന്ത്യൻ NGO എഡ്യൂക്കേറ്റ് ഗേൾസ് ഗ്ലോബലിക്ക് മാഗ്സസെ പുരസ്കാരം. അപ്പോൾ ഒരു ചരിത്ര നേട്ടമാണ് ഇന്ത്യക്ക് ഉണ്ടായിരിക്കുന്നത്. അതായത് നമ്മുടെ രമൺ മാഗ്സസെ പുരസ്കാരം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അപ്പോൾ ഈ രമൺ മാഗ്സസെ പുരസ്കാരം ഇത്തവണ ഇന്ത്യക്കാണ് ലഭിച്ചിരിക്കുന്നത്. അത് ഒരു വ്യക്തിക്കല്ല, ഒരു സംഘടനയ്ക്കാണ്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു ഇന്ത്യൻ സംഘടനയ്ക്ക് രമൺ മാഗ്സസെ പുരസ്കാരം ലഭിക്കുന്നത്. ആ സംഘടനയുടെ പേരെന്താണ്? എഡ്യൂക്കേറ്റ് ഗേൾസ് ഗ്ലോബൽ. എന്താണ്? എഡ്യൂക്കേറ്റ് ഗേൾസ് ഗ്ലോബൽ എന്നാണ് ഈ സംഘടനയുടെ പേര്. ഇത് രാജസ്ഥാൻ ആസ്ഥാനമായൊക്കെ പ്രവർത്തിച്ചിരുന്ന ഒരു സംഘടനയാണ്. നമുക്ക് നോക്കാം. പിന്നാക്ക ഗ്രാമങ്ങളിലെ പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകാൻ ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന ഇന്ത്യൻ സന്നദ്ധ സംഘടനയാണ് എഡ്യൂക്കേറ്റ് ഗേൾസ് ഗ്ലോബൽ. അപ്പോൾ ഇതിനാണ് 2025-ലെ, ഏത് വർഷത്തെയാണ്? 2025-ലെ രമൺ മാഗ്സസെ പുരസ്കാരം. അപ്പോൾ രമൺ മാഗ്സസെ പുരസ്കാരം കിട്ടുന്ന ആദ്യ ഇന്ത്യൻ സംഘടന കൂടിയാണ് എന്ത്? എഡ്യൂക്കേറ്റ് ഗേൾസ് ഗ്ലോബൽ. അപ്പോൾ ഞായറാഴ്ചയാണ് നടന്നത്. 67ാമത്, എത്രാമത്തേതാണ്? 67ാമത്തെ രമൺ മാഗ്സസെ പുരസ്കാരമാണ് എന്തിന് കിട്ടിയിരിക്കുന്നത്? എഡ്യൂക്കേറ്റ് ഗേൾസ് ഗ്ലോബലിന് കിട്ടിയിരിക്കുന്നത്. എത്രാമത്തേതാണ്? 67ാമത് മാഗ്സസെ പുരസ്കാരമാണ്. കൂടാതെ മാലിദ്വീപിൽ നിന്നുള്ള പരിസ്ഥിതി പ്രവർത്തകയായ ഷാഹിദ അലി, ഫിലിപ്പീൻസിലെ സാമൂഹിക പ്രവർത്തകനും പുരോഹിതനുമായ ഫ്ലാവിയാനോ അന്റോണിയോ എൽ വിലനിയോവ എന്നിവർക്കുമാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. അതായത് ഈ സംഘടനയോടൊപ്പം തന്നെ ഈ ഒരു പുരസ്കാരം ലഭിച്ച മറ്റ് വ്യക്തികളാണ് ആരൊക്കെയാണ്? ഷാഹിന അലിയും, കൂടാതെ ഷാഹിന അലി മാലിദ്വീപിൽ നിന്നുള്ള വ്യക്തിയാണ്.
ഫിലിപ്പീൻസിന്റെ സാമൂഹിക പ്രവർത്തകനും പുരോഹിതനുമായ ഫ്ലാവിയാനോ അന്റോണിയോ എൽ വിലനുയേവ എന്നിവർക്കുമാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മുടെ എഡ്യൂക്കേറ്റ് ഗേൾസ് ഗ്ലോബലി എന്നൊരു സംഘടനയുടെ പേര് മറക്കരുത്. ഈ സംഘടനയ്ക്കാണ് 2025 67ാമത് രമൺ മാഗ്സസെ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ പത്രത്തിൽ മറ്റൊരു പോയിന്റ് കൂടിയുണ്ട്, അത് നമ്മൾ മറക്കാതിരിക്കുക. ഈ രമൺ മാഗ്സസെ പുരസ്കാരം നൽകുന്നത് ഫിലിപ്പീൻസ് മുൻ പ്രസിഡന്റിന്റെ പേരിലാണ്. ഫിലിപ്പീൻസിന്റെ മുൻ പ്രസിഡന്റ് അദ്ദേഹം ഏഷ്യൻ ജനതയ്ക്ക് വേണ്ടി നിസ്വാർത്ഥമായി പ്രവർത്തിച്ചതിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ ബഹുമാനാർത്ഥമാണ് രമൺ മാഗ്സസെ പുരസ്കാരം നൽകുന്നത്. ഓക്കെ അല്ലേ? ഇരവികുളത്തെ വരയാടുകളെ സ്ഥലം മാറ്റും. അപ്പോൾ നമ്മുടെ ഇരവികുളം വന്യജീവി സങ്കേതത്തിലെ വരയാടുകളെ സ്ഥലം മാറ്റാൻ ഒരുങ്ങുകയാണ്. അവിടുത്തെ പ്രശ്നം കൊണ്ടല്ല, ആ ഒരു ആവാസ വ്യവസ്ഥ, നമ്മുടെ കാട്ടിലെ മൃഗങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? കാട്ടിൽ ഭക്ഷ്യദാരിദ്ര്യം ഉണ്ടാകുമ്പോൾ, അവർക്ക് വേട്ടയാടാൻ മൃഗങ്ങൾ ഇല്ലാതെയാകുമ്പോൾ എന്ത് ചെയ്യുന്നു? ഭക്ഷണം അന്വേഷിച്ച് അത് നാട്ടിലേക്ക് ഇറങ്ങുന്നു. നമ്മൾ പല വാർത്തകളിലും കണ്ടതാണ്. പുലി ഇറങ്ങുന്നു, വയനാട് സുൽത്താൻ ബത്തേരിയിൽ പുലി ഇറങ്ങി എന്നൊക്കെ നമ്മൾ പല പല വാർത്തകളും കേട്ടിട്ടുള്ളതാണ്. അവർക്ക് തിന്നാൻ ഇട്ട് കൊടുക്കുക എന്നതല്ല അതിൻ്റെ അർത്ഥം. അതിൻ്റെ ആവാസ വ്യവസ്ഥയിൽ നിലനിർത്തിക്കൊണ്ട്, എന്താണ് ഒരു ആവാസ വ്യവസ്ഥ എന്ന് പറയുമ്പോൾ? ഭക്ഷിക്കുകയും ഭക്ഷിക്കപ്പെടുകയും ചെയ്യുന്നതാണ് അല്ലേ? ഭക്ഷിക്കുകയും ഭക്ഷിക്കപ്പെടുകയും ചെയ്യുന്നതാണ് ഒരു ആവാസ വ്യവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ആ ഒരു ആവാസ വ്യവസ്ഥയിൽ തന്നെ അതിനെ നിലനിർത്തിക്കൊണ്ട് എന്ത് ചെയ്യുക? ഈ ഒരു വരയാടുകളെ ഒന്ന് സ്ഥലം മാറ്റി പാർപ്പിക്കുക, ഈ ഒരു ഭക്ഷ്യസാധ്യതയൊന്നും ഇല്ലാത്തിടങ്ങളിലേക്ക് മാറ്റുക. ആദ്യം നമുക്കറിയാം, ഈ വന്യജീവി സങ്കേതങ്ങളൊക്കെ എന്താണ് വരുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ്? അവയുടെ ആ ഒരു നമ്പർ കുറയുമ്പോൾ അവർക്കൊരു വംശനാശ ഭീഷണി നേരിടുന്ന ഒരു സാഹചര്യത്തിലാണ്. അപ്പോൾ നമ്മുടെ ഇരവികുളം നാഷണൽ പാർക്ക് ഉള്ളത് വരയാടുകളെ സംരക്ഷിക്കാനാണ്. അത് എസ്പെഷ്യലി വരയാടുകളെ സംരക്ഷിക്കപ്പെടാനുള്ള കാരണം തന്നെ നമ്മുടെ രാജ്യത്ത് വരയാടുകളുടെ എണ്ണം വളരെ കുറവായതുകൊണ്ടാണ്. അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിൽ ഇവയെ മാറ്റി പാർപ്പിക്കുമ്പോൾ അതും ഇതിന്റെ വംശനാശ ഭീഷണിക്ക് എന്താണ് സാഹചര്യം ഒരുക്കും. എന്നിരുന്നാലും ഇതിനെ ഡയറക്റ്റ് പെട്ടെന്ന് കൊണ്ട് അങ്ങനെ കൊടുക്കുകയല്ല ചെയ്യുന്നത്. ആദ്യം ഇതിനെ ഒരിടത്ത് പാർപ്പിച്ച് അതിന്റെ നമ്പറിൽ എന്താണ് ഒരു മാറ്റം ഉണ്ടാക്കുക, അത് കൂടുക, നമ്പർ കൂട്ടിയതിന് ശേഷമാണ് ഇത് ചെയ്യുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസവും വാർത്തയിൽ കണ്ടതാണ് നമ്മുടെ വരയാടുകളുടെ ആകെ എണ്ണം എന്ന് പറയുന്നത്. നമ്മുടെ തമിഴ്നാട്ടിലും കേരളത്തിലുമായിട്ട് ആകെ 2668 വരയാടുകളാണുള്ളത്. ഇതിൽ 1365 എണ്ണം എത്രയാണ്? 1365 എണ്ണമാണ് എവിടെയുള്ളത്? നമ്മുടെ കേരളത്തിലുള്ളത്. 1365 2665 1365 എണ്ണം, 2668 1365 എണ്ണവും എവിടെയാണ്? നമ്മുടെ കേരളത്തിലാണ്. അതുപോലെ തന്നെ കേരളത്തിന്റെ അതിരിനോട് ചേർന്നുള്ള തമിഴ്നാട്ടിലെ മുക്കുർത്തി നാഷണൽ പാർക്കിലും ഗ്രാസ് ഹിൽസിലും എന്ത് കാണപ്പെടുന്നുണ്ട്? നമ്മുടെ വരയാടുകൾ കാണപ്പെടുന്നുണ്ട്. അപ്പം മുക്കുർത്തി നാഷണൽ പാർക്കിലും വരയാടുകളുടെ സാന്നിധ്യമുണ്ട് എന്നാണ് പറയുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ ചിമ്മിനി വന്യജീവി സങ്കേതം എവിടെയാണ്? തൃശ്ശൂരാണ്. തൃശ്ശൂരിലെ ചിമ്മിനി വന്യജീവി സങ്കേതത്തിലും കഴിഞ്ഞ വർഷം വരയാടുകളെ കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് കണക്കുകൾ പറയുന്നത്. അപ്പോൾ നിങ്ങൾ മറക്കരുത്, ആ ഒരു വരയാടുകളുടെ എണ്ണം പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. 2668 കേരളത്തിലും തമിഴ്നാട്ടിലുമായിട്ടുള്ള വരയാടുകളുടെ എണ്ണം. 1365 കേരളത്തിലെ ആകെ വരയാടുകളുടെ എണ്ണം എന്ന് പറയുന്നത്. എവറസ്റ്റിലെ എവറസ്റ്റിൽ ഡ്രോണുകൾ സ്ഥാപിക്കാൻ പോവുകയാണ്. ഡ്രോണുകൾ ഉപയോഗിച്ച് ചില കണ്ടെത്തലുകൾ. അതായത് ഈ എവറസ്റ്റ് കീഴടക്കാനായിട്ട് ഒത്തിരി പേര് ആ ഒരു സീസണിൽ, ഒരു മെയ് മാർച്ച് ആ ഒരു ടൈമിൽ ഒത്തിരി പേര് എവറസ്റ്റ് കീഴടക്കാനായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇവർ പോകുമ്പോൾ വെറുതെ അങ്ങ് കയ്യും വീശി കയറി പോവുകയാണോ ചെയ്യുന്നത്? അല്ല. അവരുടെ ജീവൻ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ആവശ്യമായ സാമഗ്രികളെല്ലാം തന്നെ അവരുടെ യാത്രയോടൊപ്പം അവർ കയ്യിൽ കരുതാറുണ്ട്. അപ്പോൾ ഇങ്ങനെ പോയി കഴിഞ്ഞ് അവർക്ക് ആവശ്യം കഴിഞ്ഞ വസ്തുക്കൾ എന്ത് ചെയ്യുന്നു? അവരവിടെ ഉപേക്ഷിക്കുന്നു. അതായത് ഒരു നല്ലൊരു വെയിറ്റും കൊണ്ടാണ് കുറേ മുന്നിലേക്ക് ചെല്ലുമ്പോൾ കുത്തനെയാണ് നമ്മുടെ എവറസ്റ്റിന്റെ ചരിവ് വരുന്നത്. ആദ്യം താഴെ നിന്നാണ് ഒരു ചരിഞ്ഞ് വരുന്നത്, പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ കുത്തനെയാണ് അല്ലേ? അപ്പോൾ ആ കുത്തനെയുള്ള കയറ്റം ഇത്രയും ഭാരം കൊണ്ട് അവർക്ക് കയറാൻ കഴിയില്ല. അപ്പോൾ അവർ മാക്സിമം എന്ത് ചെയ്യും? ഉപയോഗിച്ച വസ്തുക്കൾ അവിടെ ഉപേക്ഷിച്ച് പോകാൻ നിർബന്ധിതരാകും. അപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ എന്ത് ചെയ്യും? അവിടെ ഇങ്ങനെ അവരുടെ മാലിന്യ കൂമ്പാരം കൂടി വരും. അങ്ങനെ എവറസ്റ്റിന് പുതിയ ഒരു പേര് ലഭിച്ചിട്ടുണ്ട്.
എന്താണ് ഏറ്റവും ഉയരം കൂടിയ മാലിന്യ കൂമ്പാരം? ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിക്ക് ലഭിച്ചിരിക്കുന്ന മറ്റൊരു പേരെന്താണ്? ഏറ്റവും ഉയരം കൂടിയ മാലിന്യ കൂമ്പാരം എന്നാണ്. ഇത് നിങ്ങൾ കൃത്യമായിട്ടും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഒരു പക്ഷേ നമുക്ക് ജിയോഗ്രഫിയിൽ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യത്തിലൊക്കെ വരാവുന്നതാണ്. അതായത് മാലിന്യങ്ങൾ നിരീക്ഷിക്കാനായിട്ട് അടുത്തിടെ ഡ്രോണുകൾ സ്ഥാപിക്കുന്നത് ഏത് കൊടുമുടിയുടെ ബേസിലാണ്? ഏതിലാണ്? നമ്മുടെ എവറസ്റ്റിന്റെ ബേസിലാണ് ഈ ഒരു ഡ്രോണുകളൊക്കെ പറത്തി അവരെന്ത് ചെയ്യാൻ നോക്കുന്നത്? എങ്ങനെയെങ്കിലും ആ മാലിന്യങ്ങൾ നീക്കം ചെയ്യാനുള്ള പദ്ധതികൾ മുന്നോട്ട് വെക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ മാലിന്യ കൂമ്പാരം എന്ന ഒരു വിശേഷണം, ഒരു കുപ്രസിദ്ധിയാണ് ലഭിച്ചിരിക്കുന്നത് ഏത് കൊടുമുടിക്കാണ്? ഏതാണ്? എവറസ്റ്റ് കൊടുമുടിക്കാണ്. ഓക്കെ അല്ലേ? സാത്വിക് ചിരാഗ് സഖ്യത്തിന് വെങ്കലം കിട്ടിയത് സന്തോഷമാണെങ്കിലും ഒരു സങ്കടവും കൂടിയാണ്. കാരണം ഇന്ത്യ വളരെ ഏറെ പ്രതീക്ഷയോടെ ഇരുന്നതാണ് ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ്. അതിൽ നമ്മുടെ ചിരാഗ് സാത്വിക് സഖ്യം സ്വർണ്ണ മെഡൽ തന്നെ നേടുമെന്ന് നമ്മൾ ഏകദേശം ഉറപ്പിച്ചതായിരുന്നു. പക്ഷെ വെങ്കലവുമായി മടങ്ങേണ്ടി വന്നു. കഴിഞ്ഞ തവണയും വെങ്കല മെഡൽ തന്നെയാണ് ലഭിച്ചത്. അപ്പോൾ ആ പേര് നിങ്ങൾ മറക്കരുത്, സാത്വിക് ചിരാഗ്. പൂർണ്ണമായിട്ടുള്ള പേര് തന്നെ പഠിച്ചു വെക്കുക. നമുക്ക് നോക്കാം. സാത്വിക് സായിരാജ് ചിരാഗ് ഷെട്ടി. എന്താണ്? സാത്വിക് സായിരാജും ചിരാഗ് ഷെട്ടിയും ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ ഡബിൾ സെമിയിൽ ഇന്ത്യയുടെ സാത്വിക് സായിരാജും ചിരാഗ് ഷെട്ടിയും വെങ്കല മെഡൽ ലഭിച്ചു. ചൈനയാണ് അവരെ പരാജയപ്പെടുത്തിയത്. നമ്മുടെ സാത്വിക് ചിരാഗ് ഷെട്ടി ആ ഒരു സഖ്യത്തെ പരാജയപ്പെടുത്തിയത് ചൈനയാണ്. ചൈനയുടെ ചെൻബോ യാങ് ലിയു ഈ കൂട്ടുകെട്ടാണ് ഇന്ത്യൻ സഖ്യത്തെ പരാജയപ്പെടുത്തുക. അവർക്ക് വെള്ളിയിൽ ലഭിച്ചു. നമ്മുടെ ഇന്ത്യൻ സഖ്യത്തിന് എന്തിൽ ലഭിച്ചു? അവർക്ക് വെള്ളിയല്ല, അവരിനി ഫൈനലിലേക്ക് പോകുന്നു. നമ്മുടെ ഇന്ത്യൻ സഖ്യത്തിന് വെങ്കല മെഡലാണ് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ എവിടെ വെച്ചാണ് നടക്കുന്നത്? പാരീസിലാണ് ബാഡ്മിന്റൺ ലോകകപ്പ്. ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത് എവിടെ വെച്ചിട്ടാണ്? പാരീസിൽ വെച്ചിട്ടാണ്. നമ്മുടെ സാത്വിക് ചിരാഗ് സഖ്യത്തിന് വെങ്കല മെഡൽ ലഭിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ കൃത്യമായി ഓർക്കുക. വെങ്കല മെഡലാണ്. കഴിഞ്ഞ വർഷവും അവർക്ക് വെങ്കല മെഡൽ ലഭിച്ചിരുന്നു എന്ന കാര്യം കൂടി കൃത്യമായിട്ടും ഓർത്തു വെക്കുക. ദുലീപ് ട്രോഫി, അസ്ഹറുദ്ദീൻ ദക്ഷിണ മേഖലാ ക്യാപ്റ്റൻ. അപ്പോൾ നമ്മളിത് കഴിഞ്ഞ കുറച്ച് ദിവസം മുന്നേ നമ്മളിത് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ ദുലീപ് ട്രോഫി ദക്ഷിണ മേഖല ക്യാപ്റ്റനായിട്ട് നമ്മൾ ആരെയായിരുന്നു? നമ്മുടെ തിലക് വർമ്മയെ ആയിരുന്നു പറഞ്ഞത്. എന്നാൽ അദ്ദേഹം തിലക് വർമ്മ ഏഷ്യ കപ്പ് ടീമിൽ ഉൾപ്പെട്ടതോടുകൂടി അദ്ദേഹം നമ്മുടെ ദക്ഷിണ മേഖല ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് മാറിയിരിക്കുകയാണ്. ആരായിരുന്നു? തിലക് വർമ്മയായിരുന്നു ആദ്യം ക്യാപ്റ്റൻ ആയിട്ട് നിശ്ചയിച്ചിരുന്നത്. നമ്മൾ ഈ വാർത്ത നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളെല്ലാവരും അങ്ങനെ പഠിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി അങ്ങനെ പഠിച്ചു വെച്ചേക്കുന്നവർ, ഇതാണ് കറണ്ട് അഫേഴ്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഡെയിലി മാറിക്കൊണ്ടിരിക്കും. നമ്മൾ ഡെയിലി അപ്ഡേറ്റ് ചെയ്തില്ലെങ്കിൽ നമുക്ക് പിഴവ് സംഭവിക്കാം. നമ്മൾ വളരെ ഉറപ്പോടുകൂടി നമ്മളിത് കൃത്യമായിട്ട് പഠിച്ചതാണ്, ഷുവർ ആണ് എന്ന രീതിയിൽ നമ്മൾ ബബിൾ ചെയ്തിട്ട് ഇറങ്ങുന്ന ക്വസ്റ്റ്യൻസ് വരെയും നമുക്ക് എന്ത് ചെയ്യാം? ആൻസർ കീ വരുമ്പോൾ തെറ്റിപ്പോകാം. കാരണം എന്താണ്? ഇതാണ് കാര്യം. ആ ഒരു മാറ്റം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറുന്നുണ്ട്. അപ്പോൾ നമ്മുടെ തിലക് വർമ്മ ഏഷ്യ കപ്പ് ടീമിൽ ഉൾപ്പെട്ടതോടുകൂടി ദുലീപ് ട്രോഫി ക്രിക്കറ്റിന് ദക്ഷിണ മേഖല ടീമിനെ നയിക്കുന്ന മലയാളി താരമാണ് ആര്? മുഹമ്മദ് അസ്ഹറുദ്ദീൻ. ആരാണ്? മുഹമ്മദ് അസ്ഹറുദ്ദീൻ ആണ് ഇന്ത്യൻ ടീമിനെ നയിക്കുന്നത്. ഇന്ത്യൻ ടീമല്ല, ദക്ഷിണ മേഖല ടീമിനെ നയിക്കുന്നത് ആരാണ്? മുഹമ്മദ് അസ്ഹറുദ്ദീൻ ആണ്. അപ്പോൾ ദുലീപ് ട്രോഫി ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏത് കായിക ഇനമാണ് ദുലീപ് ട്രോഫി ക്രിക്കറ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നമുക്ക് ട്രോഫികൾ ചോദിക്കാറുണ്ടല്ലേ? ട്രോഫികൾ വന്നിട്ട് ഇത് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടതാണ് എന്നുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് വരാറുണ്ട്. അപ്പോൾ ദുലീപ് ട്രോഫി ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടതാണ്? ക്രിക്കറ്റുമായി ബന്ധപ്പെട്ടതാണ് ദുലീപ് ട്രോഫി. മറക്കാതിരിക്കുക കേട്ടോ. അടുത്തത് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വാർത്തയിലേക്ക് പോകാം. ലോക അത്ലറ്റിക്സ് ഇന്ത്യയെ നീരജ് ചോപ്ര നയിക്കും. അപ്പോൾ നമ്മുടെ ജപ്പാനിലെ ടോക്കിയോയിൽ വെച്ചിട്ട് ലോക അത്ലറ്റിക്സ് ആരംഭിക്കാനിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ ടീമിനെ നയിക്കാൻ പോകുന്നത് ആരാണ്? നമ്മുടെ ലോക ചാമ്പ്യൻ ആയിട്ടുള്ള നീരജ് ചോപ്രയാണ് ഇന്ത്യൻ ടീമിനെ നയിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. മലയാളി താരങ്ങളും ഇതിൽ അംഗമായിട്ടുണ്ട്. അപ്പോൾ ആരൊക്കെയാണ് മലയാളി താരങ്ങളൊക്കെ ഒന്ന് നമുക്ക് നോക്കാം. ലോക അത്ലറ്റിക് ചാമ്പ്യൻസിലുള്ള ഇന്ത്യൻ സംഘത്തെ നിലവിലെ ജാവലിൻ ത്രോ ചാമ്പ്യനായ നീരജ് ചോപ്ര നയിക്കും. ശ്രീശങ്കറും ട്രിപ്പിൾ ജംപ് താരം
അബ്ദുള്ള അബൂബക്കറുമാണ് 19 അംഗ സംഘത്തിലെ മലയാളികൾ. ആരൊക്കെയാണ്? നമ്മുടെ ശ്രീശങ്കർ, നമ്മുടെ ലോങ് ജമ്പ് താരമായ എ ശ്രീശങ്കറും പിന്നെ ആരാണ്? നമ്മുടെ ട്രിപ്പിൾ ജംപ് താരമായ അബ്ദുള്ള അബൂബക്കറുമാണ് ഈ ടീമിലുള്ള നമ്മുടെ മലയാളികൾ. അപ്പോൾ നമ്മൾ മറക്കാതിരിക്കുക, നമ്മുടെ ശ്രീശങ്കറും അത് തന്നെ അബ്ദുള്ള അബൂബക്കറും ഒക്കെ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ട വ്യക്തികളാണ് എന്ന് നിങ്ങൾ കൃത്യമായിട്ടും പഠിച്ചിരിക്കുക. വരുന്ന പരീക്ഷകളിൽ ഇത് ഉറപ്പായിട്ടും ചോദിക്കും. ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടതാണ്, അല്ലെങ്കിൽ നമ്മുടെ ലോക അത്ലറ്റിക്സിൽ പങ്കെടുക്കുന്ന ആ 19 അംഗങ്ങളിലുള്ള മലയാളി താരങ്ങൾ ആരൊക്കെയാണ്? എ ശ്രീശങ്കറും അബ്ദുള്ള അബൂബക്കറുമാണ്. ശ്രീശങ്കർ നമ്മുടെ ലോങ് ജമ്പ് താരമാണ്, അതേപോലെ അബൂബക്കർ ട്രിപ്പിൾ ജമ്പ് താരമാണ് എന്നുള്ള കാര്യം നിങ്ങൾ കൃത്യമായിട്ടും മറക്കാതിരിക്കുക. ഈ കൃത്യമായിട്ട് പഠിക്കുക എന്ന് പറയുന്ന പോയിന്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് കൊടുത്ത് തന്നെ നിങ്ങൾ പഠിക്കുക. നമുക്ക് എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ്, എന്നാലും കുറച്ചും കൂടി നമ്മളൊന്ന് പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങൾ, അല്ലേ, ഒന്ന് ഷുവറായിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട് എന്ന് തോന്നുന്ന ചോദ്യങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വയ്ക്കുക. ഓക്കെ, അടുത്തത് ഡച്ച് ഗ്രാൻഡ് പ്രീ പിയാസ്ട്രി ചാമ്പ്യൻ. അപ്പോൾ ഡച്ച് ഗ്രാൻഡ് പ്രിയിൽ പിയാസ്ട്രി മക്ലാരൻ്റെ ഓസ്കാർ പിയാസ്ട്രി ചാമ്പ്യൻ ആയിരിക്കുന്നു. ഏത് ടീമിൻ്റെയാണ്? മക്ലാരൻ്റെ ഓസ്കാർ പിയാസ്ട്രി ആണ് ഫോർമുല 1 ഡച്ച് ഗ്രാൻഡ് പ്രിയിൽ ചാമ്പ്യൻ ആയിരിക്കുന്നത്. മക്ലാരൻ്റെ ഓസ്കാർ പിയാസ്ട്രി ആണ്. ആരാണ്? ഓസ്കാർ പിയാസ്ട്രി. അപ്പോൾ നമ്മളിങ്ങനെ ഓരോ ഫോർമുല 1 കാറോട്ട മത്സരങ്ങളുടെ പല വേർഷനുകൾ നമ്മൾ പല ക്ലാസ്സുകളിലായി പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് വിജയി എന്ന് അധികം ഓർത്തില്ലെങ്കിലും ഇവരൊക്കെ ഈ ഫോർമുല 1 കാറോട്ട മത്സരവുമായി ബന്ധപ്പെട്ട വ്യക്തികളാണ് എന്ന് നമ്മൾ കൃത്യമായിട്ടും ഒന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, കാരണം വാർത്തയിലൊക്കെ സ്ഥിരം ഇങ്ങനെ ഒരുപാട് വരുന്നുണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ ഒരുപാട് വരുന്നതൊക്കെ PSCക്ക് ഇഷ്ടമാണ്. നമ്മൾ പത്രം വായിക്കുന്നുണ്ടോ, നമ്മുടെ ചുറ്റിനും നടക്കുന്ന കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യുക എന്നതാണ് ഈ കറണ്ട് അഫേഴ്സ് കൊണ്ട് അവരുദ്ദേശിക്കുന്നത് തന്നെ. അപ്പോൾ അതൊക്കെ ഒന്ന് കൃത്യമായിട്ട് പഠിച്ചിരിക്കുക. നമുക്ക് ഇനി അടുത്തത് കൂടുതൽ ആനുകാലിക വാർത്തകൾ എന്ന സെഗ്മെന്റിലേക്ക് കടക്കാം. കുറച്ചധികം വാർത്തകൾ നമുക്ക് അറിയാനുണ്ട്. പ്രധാനമന്ത്രി, മുഖ്യമന്ത്രി, ഇന്ത്യ ഗവൺമെന്റിന്റെ മന്ത്രി അല്ലെങ്കിൽ സംസ്ഥാന ഗവൺമെന്റിന്റെ മന്ത്രി എന്നിവരെ ഏതെങ്കിലും ഗുരുതരമായ കുറ്റത്തിന് അറസ്റ്റ് ചെയ്യുകയും 30 ദിവസത്തിനുള്ളിൽ ജാമ്യം ലഭിക്കുകയും ചെയ്തില്ല എങ്കിൽ, അതായത് ഒരു 5 വർഷം തടവ് ശിക്ഷ ലഭ്യമാകുന്ന ഏതെങ്കിലും ഒരു കുറ്റത്തിന് അവരെ ശിക്ഷിച്ച് അവർ 30 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ജയിൽവാസം അനുഭവിക്കുകയാണെങ്കിൽ അവരെ അവരുടെ സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കുമെന്ന ഭരണഘടനാ ഭേദഗതി ബിൽ ആണ് 130-ാം ഭരണഘടനാ ഭേദഗതി ബിൽ. എത്രാമത്തേതാണ്? 130-ാമത്തെ ഭരണഘടനാ ഭേദഗതി ബില്ലാണ് 2025 അവതരിപ്പിച്ചു. പാസ്സായിട്ടില്ല. പാസ്സായി കഴിഞ്ഞാൽ ഉടനെ നിയമം വരും. അതായത് എന്തെങ്കിലുമൊക്കെ ഒരു ഗുരുതര കുറ്റം, 5 വർഷം മാക്സിമം ഒരു കഠിന തടവൊക്കെ ലഭിക്കുന്നതിനുള്ള ഒരു കുറ്റം ചെയ്യുന്നു, 30 ദിവസത്തേക്ക് എന്ത് ചെയ്യുന്നു? ജയിൽവാസം അനുഭവിക്കേണ്ടി വരുന്നു. അത്തരം ഒരു സാഹചര്യത്തിൽ അവരുടെ മന്ത്രിസ്ഥാനം, അതിന് സംസ്ഥാന മന്ത്രിയായാലും പ്രധാനമന്ത്രിയായാലും നമ്മുടെ മുഖ്യമന്ത്രി ആയാലും കേന്ദ്രമന്ത്രിയായാലും സഹമന്ത്രി ആയാലും ആ ഒരു സ്ഥാനം നഷ്ടമാകും എന്നാണ് ഈ 130-ാം ഭരണഘടനാ ഭേദഗതി ബില്ലിൽ പറയുന്നത്. നിർദ്ദിഷ്ട 700 മെഗാവാട്ടിന്റെ ടാറ്റ സെക്കൻഡ് നിർദ്ദിഷ്ട 70 മെഗാവാട്ടിന്റെ ടാറ്റ സെക്കൻഡ് ജലവൈദ്യുത പദ്ധതി നിലവിൽ വരുന്ന സംസ്ഥാനം ഏത് സംസ്ഥാനമാണ്? അരുണാചൽ പ്രദേശാണ്. ഏത് സംസ്ഥാനത്താണ് നിലവിൽ വരാൻ പോകുന്നത്? അരുണാചൽ പ്രദേശാണ്. എന്താണ്? നിർദ്ദിഷ്ട 700 മെഗാവാട്ടിന്റെ ടാറ്റ സെക്കൻഡ് ജലവൈദ്യുത പദ്ധതി നിലവിൽ വരുന്നത് എവിടെയാണ്? അരുണാചൽ പ്രദേശിലാണ്. അടുത്തത് നോക്കാം. സംസ്ഥാനത്ത് ഒരു നദിക്ക് കുറുകെ നിർമ്മിക്കുന്ന ഏറ്റവും നീളം കൂടിയ പാലം. അപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് ഒരു നദിക്ക് കുറുകെ നിർമ്മിക്കുന്ന ഏറ്റവും നീളം കൂടിയ പാലം നിലവിൽ വന്നത് എവിടെയാണ്? കുമ്പിച്ചൽ കടവ്. എവിടെയാണ്? കുമ്പിച്ചൽ കടവ് പാലം 253.4 മീറ്റർ ആണ്. ആ ഒരു നീളം കൂടി നിങ്ങൾ ഓർത്തിരിക്കുക. കാരണം നമ്മുടെ സംസ്ഥാനത്ത് ഒരു നദിക്ക് കുറുകെ കെട്ടുന്ന ഏറ്റവും നീളം കൂടിയ പാലമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ നീളം എത്ര എന്നൊരു ചോദ്യം നമുക്ക് ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യമാണെങ്കിൽ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. 253.4 മീറ്റർ ആണ്. ഇത് സ്ഥിതി ചെയ്യുന്നത് വെള്ളറട, നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ വെള്ളറട എന്ന സ്ഥലത്താണ്. ആ പാലത്തിന്റെ പേരെന്താണ്? കുമ്പിച്ചൽ കടവ് പാലം എന്നാണ് അതിന്റെ പേര്. ഇന്ത്യയും സിംഗപ്പൂരും തമ്മിലുള്ള സംയുക്ത സൈനിക അഭ്യാസം ഏത്? ഇന്ത്യയും
ഇന്ത്യയും സിംഗപ്പൂരും തമ്മിലുള്ള സംയുക്ത സൈനിക അഭ്യാസമാണ് ബോൾഡ് കുരുക്ഷേത്ര. ഏതാണ്? ബോൾഡ് കുരുക്ഷേത്ര. അപ്പൊ ബോൾഡ് കുരുക്ഷേത്ര ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലുള്ള സംയുക്ത സൈനിക അഭ്യാസമാണ്? ഏതൊക്കെയാണ്? ഇന്ത്യയും സിംഗപ്പൂരും. തിരിഞ്ഞു പോകരുത്. ഇന്ത്യയും സിംഗപ്പൂരും തമ്മിലുള്ള സംയുക്ത സൈനിക അഭ്യാസമാണ് ബോൾഡ് കുരുക്ഷേത്ര. ഇന്ത്യയും ശ്രീലങ്കയും എന്നൊക്കെ ഓപ്ഷനിൽ കാണാം, അതൊന്നും എഴുതി വെക്കരുത് കേട്ടോ. AUKUS സഖ്യത്തിന് കീഴിൽ 50 വർഷത്തെ ഷീലോങ് ഉടമ്പടിയിൽ ഒപ്പുവെച്ച രാജ്യം ഏത്? AUKUS സഖ്യത്തിന് കീഴിൽ 50 വർഷത്തെ ഷീലോങ് ഉടമ്പടിയിൽ ഒപ്പുവെച്ച രാജ്യമാണ് ഏത്? UK ആണ് ഷീലോങ് ഉടമ്പടിയിൽ ഒപ്പുവെച്ച രാജ്യം. നെഹ്റു ട്രോഫിയിൽ കിരീടം നേടിയത്. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ ദിവസം നമ്മൾ വാർത്തയിലൊക്കെ TV-യിലൊക്കെ ആവേശത്തോടു കൂടി കണ്ട ഒരു മത്സരമാണ് നെഹ്റു ട്രോഫി വള്ളംകളി. നടക്കുന്നത് ഏത് കായലിലാണ്? പുന്നമട കായലിലാണ് നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത്. VBC കൈനഗിരിയുടെ വിയ്യപുരം ചുണ്ടനാണ് ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത്. അപ്പോൾ VBC കൈനഗിരിയുടെ വിയ്യപുരം ചുണ്ടനാണ് ഒന്നാം സ്ഥാനം. കളി കണ്ടവർക്കറിയാം. 4ാം സ്ഥാനത്തേക്ക് കടന്ന വിയ്യപുരം ചുണ്ടൻ പെട്ടെന്ന് മുന്നേറി വരികയാണ് ഉണ്ടായത്. 2ാം സ്ഥാനത്ത് നിൽക്കുന്നത് നടുഭാഗം ചുണ്ടനാണ്. ആരാണ്? നടുഭാഗം ചുണ്ടനാണ് 2ാം സ്ഥാനത്ത് നിൽക്കുന്നത്. ഓക്കെ അല്ലേ? മറക്കരുത്. വിയ്യപുരം ചുണ്ടനാണ് ഈ വർഷത്തെ നെഹ്റു ട്രോഫി വള്ളംകളിയിൽ വിജയിച്ചിരിക്കുന്നത്. നടുഭാഗം ചുണ്ടൻ 2ാം സ്ഥാനത്താണ്. 2025-ലെ യൂറോ കപ്പ് വനിതാ കിരീടം നേടിയത് ഇംഗ്ലണ്ടാണ്. ഇത് കുറച്ചധികം നാളായ വാർത്തയാണ്. നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കുക, റിവൈൻഡ് ചെയ്യണം, റിവിഷൻ ചെയ്യണം. അപ്പോൾ 2025-ലെ യൂറോ കപ്പ് വനിതാ കിരീടം നേടിയത് ഇംഗ്ലണ്ടാണ്. സ്പെയിനിനെയാണ് ഇംഗ്ലണ്ട് പരാജയപ്പെടുത്തിയത്. ഏത് രാജ്യത്തെയാണ്? സ്പെയിനിനെയാണ് ഇംഗ്ലണ്ട് പരാജയപ്പെടുത്തിയത്. AI അധിഷ്ഠിത സംവിധാനങ്ങൾ പരീക്ഷിക്കുന്നതിനായി ഇന്ത്യൻ സൈന്യത്തിന്റെ ദിവ്യദൃഷ്ടി എക്സൈസ് 2025 എന്താണ്? ദിവ്യദൃഷ്ടി എക്സൈസ് 2025 നടന്ന സംസ്ഥാനം ഏത്? അതായത് നമ്മുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിത പരീക്ഷണങ്ങൾ, അടിസ്ഥാന സംവിധാനങ്ങളൊക്കെ ഇന്ത്യൻ സൈന്യത്തിലും പരീക്ഷിക്കണം, ഇന്ത്യൻ സൈന്യത്തിലേക്കും കൊണ്ടുവരണം. അതിനു വേണ്ടിയിട്ട് അവരൊരു പരീക്ഷണം നടത്തി. എന്താണ്? ദിവ്യദൃഷ്ടി എക്സൈസ് 2025. എന്തായിരുന്നു അതിന്റെ പേര്? ദിവ്യദൃഷ്ടി എക്സൈസ് 2025. ഇത് നടന്നത് എവിടെയാണ്? സിക്കിമിലാണ്. ഈ ഒരു എക്സൈസ് അല്ലെങ്കിൽ ഈ ഒരു പരീക്ഷണം നടന്നത് എവിടെ വെച്ചിട്ടാണ്? സിക്കിമിൽ വെച്ചിട്ടാണ്. അപ്പോൾ എന്താണ് ദിവ്യദൃഷ്ടി എക്സൈസ് 2025 എന്ന് പറയുന്നത്? എന്താണ്? നമ്മുടെ സൈന്യത്തിന്, ഇന്ത്യൻ സൈന്യത്തിന് AI അധിഷ്ഠിത സംവിധാനങ്ങൾ പരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് നടന്ന ഒരു പരീക്ഷണമാണ് ദിവ്യദൃഷ്ടി എക്സൈസ് 2025 എന്ന് പറയുന്നത്. ഇത് നടന്നത് എവിടെ വെച്ചിട്ടാണ്? സിക്കിമിൽ വെച്ചിട്ടാണ്. അടുത്തിടെ ലാഡോ സഖി യോജന ആരംഭിച്ച സംസ്ഥാനം ഏത്? ലാഡോ സഖി യോജന ആരംഭിച്ച സംസ്ഥാനമാണ് ഹരിയാന. ഏത് സംസ്ഥാനമാണ്? ഹരിയാന. ഹരിയാനയിലാണ് അടുത്തിടെ ലാഡോ സഖി യോജന ആരംഭിച്ചത്. രാജ്യത്തെ ആദ്യത്തെ വേഴാമ്പൽ സംരക്ഷണ കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെ? നമ്മൾ കഴിഞ്ഞ കുറച്ചധികം ദിവസങ്ങൾക്ക് മുന്നേ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. രാജ്യത്തെ ആദ്യത്തെ വേഴാമ്പൽ സംരക്ഷണ കേന്ദ്രം നിലവിൽ വരുന്നത്. നമുക്ക് കേൾക്കുമ്പോൾ തോന്നും നമ്മുടേതല്ലേ വേഴാമ്പൽ, അപ്പോൾ നമ്മുടെ കേരളത്തിലാണ് എന്ന് തോന്നും. കേരളത്തിലല്ല, തമിഴ്നാട്ടിലാണ്. തമിഴ്നാട്ടിലെ ആനമല ടൈഗർ റിസർവിലാണ് രാജ്യത്തെ ആദ്യത്തെ വേഴാമ്പൽ സംരക്ഷണ കേന്ദ്രം നിലവിൽ വരുന്നത്. എവിടെയാണ്? നമ്മുടെ ആനമല വന്യജീവി സങ്കേതത്തിൽ. ആനമല ടൈഗർ റിസർവ്, വന്യജീവിയല്ല, ആനമല ടൈഗർ റിസർവിലാണ് വേഴാമ്പൽ സംരക്ഷണ കേന്ദ്രം നിലവിൽ വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് കുറച്ചധികം റിവിഷൻ ക്വസ്റ്റ്യൻസും കൂടി നമുക്കൊന്ന് അറിഞ്ഞിരിക്കാം. നമുക്ക് പഴയ ക്വസ്റ്റ്യൻസ് ആണോ തന്നിരിക്കുന്നത്, പിന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതുകൊണ്ട് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, നാസ ISRO സംയുക്ത ഉപഗ്രഹമായ നിസാർ ഉപഗ്രഹം വിക്ഷേപിച്ചത് എന്ന്. അപ്പോൾ നാസയുടെയും ISROയുടെയും സംയുക്ത ഉപഗ്രഹമാണ് ഏത്? നിസാർ. നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചിട്ടുണ്ടായിരുന്നു. ഈ നിസാർ വിക്ഷേപിച്ചത് എന്നാണ് ചോദ്യം. അപ്പോൾ നിങ്ങൾക്ക് ഓപ്ഷൻ കാണാം എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ എല്ലാവരും ഇതിൻ്റെ ഉത്തരം കമൻറ്റ് ചെയ്യുക. ഓപ്ഷൻ എ 2025 ജൂലൈ 30, ഓപ്ഷൻ ബി 2025 ജൂൺ 30, ഓപ്ഷൻ സി 2025 ഓഗസ്റ്റ് 30, ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. ഇതിലേതാണ് ഉത്തരമായി വരുന്നത്? എന്നാണ് നിസാർ വിക്ഷേപിച്ചത്? എന്നാണ് 2025 ജൂലൈ 30. അപ്പോൾ ഇവിടെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ എ ആണ്. ഓക്കെ, അടുത്ത ചോദ്യം, പഹൽഗാം ഭീകരരെ വധിച്ച ഇന്ത്യൻ സുരക്ഷാ സേനയുടെ ഓപ്പറേഷൻ ഏത്? പഹൽഗാം ഭീകരരെ വധിച്ച ഇന്ത്യൻ സുരക്ഷാ സേനയുടെ ഓപ്പറേഷന്റെ പേരാണ് ഓപ്ഷൻ എ ഓപ്പറേഷൻ സഖ്യ, ബി ഓപ്പറേഷൻ പഹൽഗാം,
സി ഓപ്പറേഷൻ മഹാദേവ്, ഡി ഓപ്പറേഷൻ ലക്ഷ്മി. ഇതിൽ ഏതാണ് പഹൽഗാം ഭീകരരെ വധിച്ച ഇന്ത്യൻ സുരക്ഷാ സേനയുടെ ഓപ്പറേഷൻ? ഏതായിരുന്നു? നമ്മൾ എന്തെന്നാ പഠിച്ചത്? ഓപ്പറേഷൻ മഹാദേവ് അല്ലേ? ഓപ്ഷൻ സി ഓപ്പറേഷൻ മഹാദേവ് എന്നാണ് പഠിച്ചത്. ഓപ്ഷനിൽ കണ്ടോ, ലക്ഷ്മി ഉണ്ട്, ഓപ്പറേഷൻ ലക്ഷ്മി ഉണ്ട്, ഓപ്പറേഷൻ പഹൽഗാം ഉണ്ട്, ഓപ്പറേഷൻ സഖിയൊക്കെ ഉണ്ട്. അവിടെ ഒന്നും വീഴരുത്. ഓപ്പറേഷൻ മഹാദേവ് ആണ് പഹൽഗാം ഭീകരരെ വധിച്ച ഇന്ത്യൻ സുരക്ഷാ സേനയുടെ ഓപ്പറേഷൻ. ഓക്കെ അല്ലേ? അങ്ങനെയെങ്കിൽ പഹൽഗാം ഭീകരാക്രമണം നടന്നതെന്ന് ആ ടൈമിൽ ചോദിച്ചാൽ നമ്മൾ കൃത്യമായിട്ട് പറയുമല്ലേ? ഇപ്പൊ ഏകദേശം എല്ലാവരും മറന്നു കഴിഞ്ഞിരിക്കുന്നു ആ ഡേറ്റ് എന്നാണെന്ന്. മറക്കാൻ പാടില്ല, നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിക്കും, വളരെ പ്രധാനപ്പെട്ടതാണ്. എന്നാണ് പഹൽഗാം ഭീകരാക്രമണം നടന്നത്? ഓപ്ഷൻ എ 2024 ഏപ്രിൽ 22, ഓപ്ഷൻ ബി 2025 ഏപ്രിൽ 22, ഓപ്ഷൻ സി 2024 ജൂൺ 22, ഓപ്ഷൻ ഡി 2025 ജൂൺ 22. എന്നാണ് നമ്മുടെ പഹൽഗാം ഭീകരാക്രമണം നടന്നത്? എന്നായിരുന്നു? 2025 ഏപ്രിൽ 22. 2025 ഏപ്രിൽ 22. ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ ഉത്തരം. കൃത്യമായിട്ടും ആ ഡേറ്റ് പഠിച്ചു വെക്കുക. 2025 ഏപ്രിൽ 22 പഹൽഗാം ഭീകരാക്രമണം നടക്കുന്നത്. അടുത്ത ചോദ്യം നോക്കാം. ഭരണവുമായി ജനങ്ങളെ നേരിട്ട് ബന്ധിപ്പിക്കാൻ കേരള സർക്കാർ ആരംഭിച്ച മുഴുവൻ സമയ കോൾ സെന്ററിന്റെ പേര് നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വാർത്തയിൽ കണ്ട കാര്യമാണ്. ഓപ്ഷൻ എ CM ഡയറക്റ്റ്, ഓപ്ഷൻ ബി CM ഹെൽപ്പ് ലൈൻ, ഓപ്ഷൻ സി CM വിത്ത് മീ, ഓപ്ഷൻ ഡി ജനസ്പർശം. ഇതിൽ ഏതാണ് ആ പദ്ധതി? ആ പദ്ധതി ഏതാണ്? ഓപ്ഷൻ സി CM വിത്ത് മീ അല്ലെങ്കിൽ മുഖ്യമന്ത്രി എന്നോടൊപ്പം എന്നതാണ് ഇവിടുത്തെ ഉത്തരം. മുഴുവൻ സമയ എന്താണ് കോൾ സെന്റർ ആണ് എന്താ? മുഖ്യമന്ത്രി എന്നോടൊപ്പം അല്ലെങ്കിൽ CM വിത്ത് മീ. അടുത്ത ചോദ്യം നോക്കാം. ഗൂഗിളും മെറ്റയുമായി കൈകോർത്ത് നിർമ്മിത ബുദ്ധി സേവനങ്ങൾ ഒരുക്കാൻ റിലയൻസ് ഇൻഡസ്ട്രി ആരംഭിച്ച പദ്ധതി ഏത്? അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു, നമ്മുടെ റിലയൻസ് ഇൻഡസ്ട്രി ഗൂഗിളും മെറ്റയുമായി കൈകോർത്ത് ഒരു നിർമ്മിത ബുദ്ധി സേവനം ആരംഭിക്കാൻ പോകുന്നു. അതിനു വേണ്ടിയിട്ട് അവർ ആരംഭിച്ച പദ്ധതിയുടെ പേര് ഓപ്ഷൻ എ റിലയൻസ് വിഷൻ, ഓപ്ഷൻ ബി റിലയൻസ് ഇന്റലിജൻസ്, ഓപ്ഷൻ സി GeoA ഹബ്, ഓപ്ഷൻ ഡി മെറ്റാ റിലി. ഇതിൽ ഏതാണ് നമ്മുടെ റിലയൻസ് ആരംഭിച്ച ആ ഒരു പദ്ധതി? നല്ലൊരു പേര്, മെറ്റാ റിലി ഒക്കെ ഉണ്ട്. അതാണോ? ആണോ? ഇതിൽ ഏതാണ് ഉത്തരമായി വരുന്നത്? ഓപ്ഷൻ ബി റിലയൻസ് ഇന്റലിജൻസ്. എന്താണ്? റിലയൻസ് ഇന്റലിജൻസ് എന്നാണ് നമ്മുടെ ഗൂഗിളും മെറ്റയുമായി കൈകോർത്തുകൊണ്ട് നമ്മുടെ റിലയൻസ് ആരംഭിക്കാൻ പോകുന്ന AI അധിഷ്ഠിത സേവനങ്ങൾ ആ ഒരു പദ്ധതിക്ക് നൽകിയിരിക്കുന്ന പേര് എന്താണ്? റിലയൻസ് ഇന്റലിജൻസ് എന്നാണ്. റിലയൻസ് ഇന്റലിജൻസ്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്തൊരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യമാണ്. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിഗണിക്കാം. നമുക്ക് പരിഗണിച്ചിട്ട് ഉത്തരത്തിലേക്ക് എത്താം. എന്തായിരുന്നു? ഡോക്ടർ മഹേന്ദ്ര മോഹൻ ഗുപ്ത PTI ചെയർമാനായി നിയമിതനായി. ഡോക്ടർ മഹേന്ദ്ര മോഹൻ ഗുപ്ത ശരിയാണോ? PTI ചെയർമാനാണോ? രണ്ടാമത്തേത് MV ശ്രേയാംസ് PTIയുടെ വൈസ് ചെയർമാനായി. PTIയുടെ വൈസ് ചെയർമാനായി. മൂന്നാമത്തേത് ദിനേശ് K പട്നായിക് അടുത്തിടെ റെയിൽവേ ബോർഡ് ചെയർമാനായി നിയമിതനായ വ്യക്തിയാണ്. ആരാണ്? ദിനേശ് K പട്നായിക്. ഓപ്ഷൻ എ 1, 2 ശരി, ഓപ്ഷൻ ബി 2, 3 ശരി, ഓപ്ഷൻ സി 1, 3 ശരി, ഓപ്ഷൻ ഡി 1, 2, 3 എല്ലാം ശരി. ഇവിടെ എന്താണ് ഉത്തരമായി വരുന്നത്? എന്താണ്? 1ഉം 2ഉം മാത്രമല്ലേ ഇവിടുത്തെ ശരിയായിട്ടുള്ള ഉത്തരം? അങ്ങനെയെങ്കിൽ നമ്മുടെ റെയിൽവേ ബോർഡിന്റെ ചെയർമാനായി 1 വർഷം കൂടി കാലാവധി നീട്ടിക്കിട്ടിയ വ്യക്തി ആര് എന്നുള്ള ചോദ്യത്തിന് നിങ്ങൾ എല്ലാവരും ഉത്തരം കമന്റ് ചെയ്യുക. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ പറഞ്ഞത്? അദ്ദേഹം നിലവിലെ റെയിൽവേ ബോർഡിന്റെ ചെയർമാനാണ്, എന്നാൽ അദ്ദേഹത്തിന് 1 വർഷത്തെ കാലാവധി കൂടി നീട്ടിക്കിട്ടിയിട്ടുണ്ട് എന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ ആർക്കാണ് ആ 1 വർഷത്തെ കാലാവധി നീട്ടിക്കിട്ടിയത് എന്ന് എല്ലാവരും കമന്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടും എന്ന് തന്നെ വിശ്വസിക്കുന്നു. അടുത്ത ക്ലാസ്സിലൂടെ കൂടുതൽ ആനുകാലിക വാർത്തകളുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്